ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. വ്യാഴാഴ്ച രാവിലെ 9:05-നാണ് വിമാനം ഇറക്കിയത്. ലാൻഡിംഗ് സമയത്ത് വിമാനത്തിന്റെ വലതുഭാഗത്തെ ടയറും നോസ് വീലും പൊട്ടിയെങ്കിലും പൈലറ്റിന്റെ ഇടപെടലിലൂടെ വൻ ദുരന്തം ഒഴിവായി. വിമാനത്തിലുണ്ടായിരുന്ന 160 യാത്രക്കാരും ജീവനക്കാരും പൂർണ്ണ സുരക്ഷിതരാണെന്ന് സിയാൽ അധികൃതർ അറിയിച്ചു. ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിനിടെ റൺവേയിലുണ്ടായിരുന്ന ഏതെങ്കിലും വസ്തു തട്ടി ടയറിന് കേടുപാട് സംഭവിച്ചതാകാമെന്ന സംശയത്തെ തുടർന്നാണ് വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ടത്. വിമാനം ഇറങ്ങുന്നതിന് മുന്നോടിയായി എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗവും അടിയന്തര സേവന സംഘങ്ങളും സിയാലിൽ എല്ലാ സുരക്ഷാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു. ലാൻഡിംഗിന് ശേഷം യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തിറക്കി വിമാനം മാറ്റുന്നതുവരെ 1 മണിക്കൂറോളം റൺവേ അടച്ചിട്ടു. റൺവേയിലെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം വിമാനത്താവളം സാധാരണ നിലയിലായി. യാത്രക്കാരെ റോഡ് മാർഗം കോഴിക്കോട്ടേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ചെയ്തു. യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ച കമ്പനി വക്താവ് സുരക്ഷയ്ക്കാണ് തങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നതെന്നും വ്യക്തമാക്കി.